വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനും വേണ്ടി പറ്റും. അതുപോലെ തന്നെ കുറേ കാലം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് എല്ലാ അളവും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത്രം ഇതുപോലെ എടുക്കാവുന്നതാണ്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. ആ ഒരു പാത്രം തന്നെ ബാക്കി അങ്ങോട്ടേക്ക് യൂസ് ചെയ്താൽ മതി. ഇതിൽ 1 കപ്പ് തേങ്ങ ഇട്ടിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ആ ഒരു വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. കളറൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി സെയിം ആ ഒരു കപ്പിൽ തന്നെ 1 കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാ മെഷർമെൻറ്റിനായിട്ടും. അപ്പോൾ ഇതാ 1 കപ്പ് കടലപ്പൊടി ചേർത്ത് ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മുതൽ 3 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ആ ഒരു പച്ചമണക്കം നന്നായിട്ട് മാറി വരണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്തത് കൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് വറുത്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം ഈ ഒരു സമയത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കുകയാണെങ്കിൽ ആ ഒരു വറുക്കണ പ്രോസസ്സ് അങ്ങനെ ഒഴിവാക്കാം. അപ്പോൾ ഇതാ തേങ്ങയും കൂടെ ചേർത്ത് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അണ്ടിപ്പരിപ്പാണ്. 1 കപ്പ് അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. സെയിം കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ഇതുപോലെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതുകൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. അപ്പോഴാണ് രുചി കൂടുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. 1 കപ്പ് നെയ്യാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറക്കാം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഒരു പലഹാരം ശരിക്കും ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നെയ്യ് കൂടെ ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നെയ്യിൽ ആ ഒരു കടലപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് ആ ഒരു ചെറുതായിട്ട് കളറൊക്കെ മാറി വരും. ആ ഒരു സമയം വരെ മാത്രം ഇതൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ഒന്നും ആക്കണ്ട, ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. സെയിം കപ്പിൽ തന്നെ 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം ഒരുപാട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മധുരത്തിൻ്റെ അളവ് കുറക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ശരിക്കും ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ 2 കപ്പാണ് പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത്. അതും കൂടെ ചേർത്ത് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ ഫ്ലെയിം ഏറ്റവും ലോയിലാക്കി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് പഞ്ചസാര മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് പാലാണ്. 1 കപ്പ് പാലും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്തും ഫ്ലെയിം ഓഫാണ്. ആ ഒരു പാത്രത്തിൻ്റെ ചൂട് മാത്രമേ ഉള്ളൂ. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു പാല് പെട്ടെന്ന് തന്നെ കട്ടിയായി വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. പക്ഷേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പാത്രത്തിലൊക്കെ പറ്റിപ്പിടിക്കുന്ന രീതിക്കല്ലേ ഉള്ളത്. ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസ് ചെയ്ത് വരുന്ന ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ തുടരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് തിക്കായി വരും. നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വന്നതായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിത് ഇളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. ഇപ്പം നോക്കൂ, ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വരുന്നുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 1 മിനിറ്റ് നേരം കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇപ്പം നോക്കൂ, അത് ആ ഒരു നല്ല പോലെ തന്നെ സ്ട്രക്ചറൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഒന്നിക്കിൽ നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്തെടുക്കാം. പാത്രത്തിലേക്കാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പാത്രത്തിൽ തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിപ്പം സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്കാണ് ഞാനിപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതാണ് ഒന്നും കൂടെ സിമ്പിൾ. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാനിപ്പം ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ടേക്കാണ് ഞാനിതിപ്പോൾ ആക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം.
ചൂട് ഒരല്പം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ചൂട് ഫുള്ളായിട്ട് മാറിയിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ചൂട് ഒരല്പം ഉണ്ടാകുമ്പോൾ കട്ട് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഇതിപ്പോൾ നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു റെക്റ്റാങ്കിൾ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ചൂട് ഒരല്പം ആറിയൊക്കെ വന്നിട്ടുണ്ട്. ദാ ഇതുപോലെ ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പൊടിയും തേങ്ങയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള 7 കപ്പ് ബർഫിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. 7 കപ്പ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബർഫി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ 7 കപ്പ് ബർഫി എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ബർഫി ഇരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.